പ്രിയമുള്ളവരെ, നമ്മുടെ ഇന്നത്തെ കുക്കിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കുന്നത് ഒരു സ്പെഷ്യൽ സാലഡാണ്. നമ്മൾക്ക് നമ്മുടെ വീട്ടിൽ തന്നെ എളുപ്പത്തിൽ പ്രിപ്പയർ ചെയ്യാവുന്ന വളരെ സ്വാദിഷ്ടമായ ഒരു വാഴപ്പിണ്ടി സാലഡാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത്. ഇന്നത്തെ സാലഡിന് വേണ്ടി നമ്മൾ എടുക്കുന്നത് ഒരു ചെറിയ കഷ്ണം വാഴപ്പിണ്ടി, മാതളത്തിന്റെ പകുതി, ഒരു സവാള, ഒരു ചെറിയ തക്കാളി, ഒരു ഉള്ളി, വളരെ കുറച്ച് ഇഞ്ചിയുണ്ട്, 2 പച്ചമുളകുണ്ട്, പിന്നെ കുറച്ച് മല്ലിയിലയുണ്ട്, തൈരുണ്ട്, കൂടെ 3-4 കറിവേപ്പില. നമ്മുടെ വാഴപ്പിണ്ടി അതിന്റെ പുറംതൊലി കളഞ്ഞിട്ട് നന്നായിട്ട് ചെറുതായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കണം. നമ്മൾ വാഴപ്പിണ്ടി തീരെ ചെറുതായിട്ട് തന്നെ അരിഞ്ഞെടുക്കണം. വാഴപ്പിണ്ടി കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തെടുക്കാൻ എല്ലാവർക്കും അറിയുമെന്ന് കരുതുന്നു. അതിനകത്ത് കുറേ അധികം നാരുണ്ടാവും. നാര് കംപ്ലീറ്റ് നമ്മൾ എടുത്തു കളയണം. പിണ്ടി വട്ടത്തിൽ അരിഞ്ഞിട്ട് അതിന്റെ നാരൊക്കെ നീക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് പൊടിയായിട്ട് അരിഞ്ഞെടുക്കാം. നമ്മൾ പിണ്ടി വളരെ ചെറുതായിട്ട് പൊടിയായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കണം. നന്നായി ചെറുതായി കട്ട് ചെയ്യണം. കാരണം ഞാൻ എടുത്തു പറയുന്നത് എന്താന്ന് വെച്ചാൽ അതിനകത്ത് പിന്നെ നാരിരിക്കും. നാരിരുന്നാൽ നമ്മൾക്ക് കഴിക്കുമ്പോൾ ഒരു സുഖം തോന്നത്തില്ല. നന്നായി കട്ട് ചെയ്തിട്ടുണ്ട്. നാര് കളഞ്ഞ് ഞാൻ എടുത്തിട്ടുണ്ട്. നമ്മളിതൊന്ന് സാലഡ് ബൗളിലേക്ക് മാറ്റുകയാണ്. നമ്മുടെ ഇതിലേക്ക് 5 ഡെസേർട്ട് സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ വീട്ടിൽ തന്നെ ഉറയിച്ചെടുക്കുമ്പോൾ നമ്മുടെ തൈര് നല്ലൊരു ടെക്സ്ചർ കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ഉണ്ടാവും. ഇനി നമുക്ക് സവാള ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞു ചേർക്കാം. അതും വളരെ പൊടിയായിട്ട് തന്നെ അരിഞ്ഞു ചേർക്കാൻ ശ്രദ്ധിക്കുക. ചെറുതായി അരിഞ്ഞെടുത്ത സവാള നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമ്മൾ മല്ലിയിലയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും ചെറുതായിട്ട് തന്നെ അരിഞ്ഞു ചേർക്കുക. പൊടിയായി അരിഞ്ഞ മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ ഇരിഞ്ഞു ചേർക്കാനുള്ള തക്കാളി, ഇഞ്ചി, ചുവന്നുള്ളി, പച്ചമുളക് അത് നമ്മൾ ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് അരച്ചെടുക്കണം. നമ്മൾ നന്നായി അരച്ചെടുത്ത തക്കാളിയൊക്കെ നമ്മളൊന്ന് സാലഡിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ കറിവേപ്പില ഒന്ന് ചെറുതായി അരിഞ്ഞ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നു. നമ്മൾ എല്ലാ ഇൻഗ്രീഡിയൻസും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ മാതളനാരങ്ങയുടെ ഒരു പോർഷൻ എടുത്തിട്ട് നമ്മൾ മിക്സ് ചെയ്യുന്നതിന് കൂടെ ഇട്ട് കൊടുക്കുക. നമ്മളെല്ലാ ഇൻഗ്രീഡിയൻസും നന്നായിട്ട് ഇളക്കി ചേർത്തിട്ടുണ്ട്. ബാക്കി വരുന്ന മാതളനാരങ്ങയുടെ അല്ലി കൊണ്ട് ഇതൊന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ബനാന സ്റ്റം അഥവാ വാഴപ്പിണ്ടി സാലഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ പോഷക ഗുണങ്ങൾ നിറഞ്ഞൊരു സാലഡാണിത്. നമുക്കറിയാം, വാഴപ്പിണ്ടിയൊക്കെ നമുക്ക് നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ട്. നമ്മൾ വെറുതെ കളയുന്ന ഒരു ഐറ്റവും കൂടിയാണ്. അതിലൊരു ചെറിയ കഷ്ണം നമ്മൾ എടുത്ത് സാലഡ് ആക്കുവാണെങ്കിൽ നമുക്ക് വളരെയധികം ഹെൽത്ത് ബെനിഫിറ്റ്, ആരോഗ്യത്തിന് ഒത്തിരി നന്നായി വരുന്നൊരു സാലഡാണിത്. വാഴപ്പിണ്ടിയെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ വയറിന്റെ അഴുക്കുകളെ വളരെ ചൂല് പോലെ എടുത്തു കളയുന്ന ഒരു പദാർത്ഥമാണ്. വളരെയധികം ഫൈബർ ഉണ്ട്. ആ ഫൈബറിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇൻസോലുബിൾ ഫൈബറാണ്. അപ്പം അതും നമ്മുടെ വയറിനെ, നമ്മുടെ ആമാശയത്തെയൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് വളരെയധികം ഉപകരിക്കും. എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മലബന്ധമുള്ളവർ ഇത് ഒരു മസ്റ്റ് ട്രൈ വിഭവമാണ്. നമുക്ക് മലബന്ധമൊക്കെ പെട്ടെന്ന് കുറയണമായിട്ട് കാണാൻ പറ്റും. ഇതെന്നും നമ്മൾ ഉപയോഗിക്കണമെന്നില്ല, ഒക്കേഷണലി. പൊട്ടാസ്യം റിച്ച് ആയിട്ടുള്ള ഒരു ഐറ്റമാണ് നമ്മുടെ വാഴപ്പിണ്ടി. അതുകൊണ്ട് തന്നെ നമ്മുടെ കൂടി നിൽക്കുന്ന ബ്ലഡ് പ്രഷറിനെ നന്നായിട്ട് റെഗുലേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. ഇത് കിഡ്നിക്കും വളരെ വിശേഷാൽ ഗുണം ചെയ്യും. അത് എന്താന്ന് വെച്ചാൽ നല്ലൊരു ഡയൂറിറ്റിക്കാണ്. മൂത്രം കൂടുതലായിട്ട് പോകാനായിട്ട് സഹായിക്കും. അങ്ങനെ വരുമ്പോൾ നമുക്ക് നമ്മുടെ ദേഹത്തെ നീർക്കെട്ടും കുറഞ്ഞു വരണമായിട്ട് കാണാൻ പറ്റും. അതുപോലെ കിഡ്നി സ്റ്റോണും കുറയ്ക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, CKD അഥവാ ക്രോണിക് കിഡ്നി ഡിസീസ് ഒക്കെ ഉള്ളവർക്കും കിഡ്നിക്ക് അസുഖങ്ങളുള്ളവർക്കും അതുപോലെ തന്നെ ഡയാലിസിസ് ചെയ്യുന്നവർക്കും അവരുടെ രക്തത്തിലെ പൊട്ടാസ്യത്തിന്റെ അളവ് നോക്കിയിട്ട് ഡോക്ടറുടെ അഭിപ്രായം അനുസരിച്ച് മാത്രം നമ്മൾ കഴിക്കാവുള്ളൂ. വളരെ എളുപ്പത്തിൽ ഇടയ്ക്കൊക്കെ ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു നല്ലൊരു സാലഡാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരും ആരോഗ്യത്തോടുകൂടി ഇരിക്കുക.